ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മസാല ദോശയായിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ട ഫ്ലേവേഴ്സാണ് ഉള്ളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, കരിയാമ്പില, ഇതെല്ലാം കൂടി നമ്മൾ മുറിച്ചിട്ട് പിന്നെ അതുപോലെ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിയും പച്ചമുളകും ഉരുളക്കിഴങ്ങും കരിയാമ്പിലയും നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റ്റൂട്ടും ക്യാരറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിനകത്ത് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പൊട്ടറ്റോ ബീറ്റ്റൂട്ടിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ്റെ ഫ്ലേവർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിൻ്റെ ഉള്ളിനോട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മസാല ദോശൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. നല്ലോണം ഇത് വാടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ ബീറ്റ്റൂട്ടും ക്യാരറ്റെല്ലാം ഇതിട്ട് ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് എൻ്റെ മോൾക്ക് ഞാൻ ഇഷ്ടമുള്ളൂ, അതുകൊണ്ട് ഇത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിട്ട് ആഡ് ചെയ്യും. മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ ഉപ്പിടുക, അതേപോലെ മുളക് പൊടി. പിന്നെ മുളക് പൊടി കൂടാതെ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മസാലകൾ, അതായത് ചിക്കൻ മസാല വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് മസാല നമുക്ക് ചേർക്കണം വെച്ചാൽ ചേർക്കാം. മസാലയൊന്നും വേണമെങ്കിൽ ഇത് മാത്രം ചേർത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളി ഫ്ലേവറാണ്. നമ്മുടെ പുറത്തുനിന്ന് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും ഈ മസാല ദോശയ്ക്ക് ഉണ്ടാവുക. നല്ലോണം അത് വാട്ടിയിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അടച്ച് വെക്കുക, വേവിക്കാൻ വെക്കുക. അപ്പോൾ നല്ലോണം അടച്ച് വെച്ച് വേവിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളെ മസാല ദോശ ആയിട്ടുണ്ട്. പാനിൽ വെച്ച് മസാല ദോശ അതിനകത്ത് നമ്മൾ ആ ഉള്ളീൻ്റെ വാടിയത് അതിൻ്റെ ഇട്ടുക. എന്നിട്ട് നല്ലോണം ഒന്ന് മടക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയത് നല്ലോണം പാനിൽ വെച്ച് നല്ലോണം ആ ദോശ ആക്കും. അത് കഴിഞ്ഞ് ആ മസാല ദോശ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. നല്ല സാമ്പാറിൻ്റെ കറിയുണ്ട്. എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. ലൈക്ക് മീ, സബ്സ്ക്രൈബ് മീ. താങ്ക് യു.